100 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ടിൻ്റെ തികവാണ്. ഒരുപക്ഷെ 100 പ്രകാശവർഷങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. സംസ്ഥയുടേതാകുമ്പോൾ 100 എന്നുള്ളതിന് മലയാളത്തിൽ 100, അറബിയിൽ നൂർ എന്ന് പറയുമ്പോൾ പ്രകാശമാണ്. അപ്പോൾ നമുക്ക് ആലങ്കാരികമായി മാത്രമല്ല 100 പ്രകാശവർഷങ്ങൾ എന്ന് പറയാൻ കാരണം ഈ 100, ഈ പ്രകാശം വാസ്തവത്തിൽ അത് വളരെ വളരെ പിറകോട്ടേക്ക് പോവുകയാണ്. പ്രകാശം മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഉറവിടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയും പ്രകാശമുണ്ടാവും. അപ്പോൾ സമസ്ത വിഭാവനം ചെയ്യുന്ന പ്രകാശം, സമസ്ത പ്രചരിപ്പിക്കുന്ന പ്രകാശം എന്നുള്ളത് അത് ആ ഉറവിട കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും അവിടെ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. അത് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിലേക്കാണ് ഈ പ്രകാശം എത്തുന്നത്. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം എന്ന് നമുക്കറിയാം. അപ്പോൾ മനുഷ്യരാശിയുടെ തുടക്കം തൊട്ട് തന്നെയാണ്. അതാ പറഞ്ഞത്, പ്രകാശവർഷങ്ങളുടെ ആഘോഷമാണ് സംസ്ഥയുടെ 100ാം വാർഷിക ആഘോഷം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുവാൻ സാധിക്കും. ആ പ്രകാശവർഷങ്ങൾ അത് രേഖപ്പെടുത്തപ്പെടാൻ ഗ്രന്ഥങ്ങൾ കൊണ്ടാവില്ല, ഗ്രന്ഥങ്ങൾ കൊണ്ട് തികയുകയില്ല എന്നുള്ളത് തന്നെയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് അത് തുടങ്ങുന്നു. ഖുർആൻ അവതീർണമാകുന്നതിൻ്റെ അത് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണല്ലോ ലോകത്തിന് സമർപ്പിക്കപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ മുമ്പും അള്ളാഹു അവൻ്റെ ദർശനങ്ങൾ മറ്റു പ്രവാചകന്മാർ, ആദം നബി അലൈഹി ഇസ്ലാമിലൂടെ അത് മറ്റു പ്രവാചകന്മാരിലൂടെയൊക്കെ ലോകത്തിന് നൽകുകയുണ്ടായി. എന്നാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് സമർപ്പിക്കപ്പെട്ടു. 23 വർഷക്കാലത്തെ ആ ദൗത്യം ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ ഗുഹയിലൂടെ തുടക്കം കുറിച്ചു. അതാത് സന്ദർഭങ്ങളിൽ മനുഷ്യകുലത്തിന്, സമൂഹത്തിന്, പ്രകൃതിക്ക്, ഭൂമിക്ക്, ആകാശങ്ങൾക്ക്, ഇങ്ങനെ വേണ്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം പരാമർശിക്കുന്ന വിശുദ്ധമായിട്ടുള്ള അധ്യായങ്ങളും സൂക്തങ്ങളും അത് പരിശുദ്ധ ഖുർആനിലൂടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് ഓരോ ആയത്തും ഓരോ സൂക്തവും ഇറക്കപ്പെടുമ്പോഴും അതപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യപ്പെടുകയാണ്. ലോകത്ത് ഒരു നേതാവിൻ്റെ വാക്കും ആഹ്വാനവും അതിനെപ്പോഴും പ്രാക്ടീസ് ചെയ്യപ്പെടണമെന്നില്ല. അത് വാക്കുകളിലൊതുങ്ങും, എഴുത്തുകളിലൊതുങ്ങും. എന്നാൽ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു ലോകത്തിന് സമർപ്പിച്ച ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും, ഓരോ ആജ്ഞയും, ഓരോ മൗനാനുവാദവും അവയെല്ലാം ആ സമൂഹം അപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രാക്ടീസിങ് റിലീജിയൻ, അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്നുള്ളത്.